ആണോ? അല്ല, അധികം ദൂരം ഇല്ലല്ലേ, വരാൻ പറ്റത്തില്ലേ? ആഹാ, ഞാൻ എടുക്കുന്നില്ലേ ചേച്ചി ഓൺലൈൻ ക്ലാസ്, അതാണ്. അല്ല, എല്ലാരും പറയും, പക്ഷെ ഇതുവരെ ഞാനങ്ങ് തുടങ്ങിയിട്ടില്ല. ആഹാ, ഇതിപ്പോ എത്ര പിള്ളേരുണ്ട്? 2 പിള്ളേരോ? ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ നോക്കിയിട്ട് പറയാം. ശരി ശരി. ഞാൻ എപ്പോഴും ഏട്ടനോട് പറയുമോ നെറ്റ് ശരിയാക്കി. എന്തോ ഓൺലൈൻ ക്ലാസ്സിനെ പിള്ളേർ വിളിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ എത്ര പ്രാവശ്യം ഏട്ടനോട് പറയുന്നറിയാം എന്റെ ഫോണിൽ ഒന്ന് ശരിയാക്കി തരാൻ. അതൊക്കെ ശരി, നീ ഇത് അവന്റെ വെറുതെ ഇരിക്കല്ലേ, എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കാം അവനെ കൊണ്ട്. ഇവിടെ പോലീസൊക്കെ സ്റ്റേഷനില്, ഇവിടെ കുഴപ്പമൊന്നുമില്ല. ശരി, എന്റെ ക്ലീറ്റോ ചേട്ടൻ അവിടെ കിടന്ന് എന്തൊക്കെ പണിയെടുക്കാം. നമ്മക്ക് അങ്ങനെ അഹങ്കാരമൊന്നും ഇല്ലല്ലോ, നമ്മളെന്തും ചെയ്യൂടെ. നമ്മളങ്ങനെ നമ്മൾ തമ്മിലുള്ള ഇടപാട് തീർന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ പേരിൽ നിന്റെ കെട്ടി ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ തീർന്നില്ല, അത് തരാണ്ട് ബാക്കിയുണ്ടെന്നൊന്നും പറഞ്ഞോളെ. ഇങ്ങനെ കൃത്യമായിട്ട് തന്നാ ഇനി അങ്ങോട്ടും തരും. അമ്മ എന്തൊരു ക്ഷീണം പോലെ. ക്ഷീണമൊന്നുമില്ല, തൊണ്ടെങ്കിൽ അത് മരുന്നിരിപ്പുണ്ട്. അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല, അമ്മ ഇപ്പോഴാണ് നല്ല ഉഷാറായത്, നല്ല പ്രസന്റ് ഇപ്പോഴും. അത് പിന്നെ എങ്ങനെ, എന്റെ പെങ്ങളുടെ പരിചരണമല്ലേ. അവരുടെ പരിചരണം കൊണ്ടൊന്നും അല്ല, ഞാനിപ്പോഴും നല്ല സ്ട്രോങ് ആണ്. ഇതിന്റെ ഇടയിൽ മൂത്തന്റെ അടുത്ത് ചോദിക്കുക, അമ്മൂമ്മയ്ക്ക് ചുരിദാർ ഇട്ടൂടെ? വേറെ കാര്യമുണ്ട്. നാളെ അതെ, ഒരു ചുരിദാർ വാങ്ങാൻ കിട്ടാല. ഞാൻ വാങ്ങിച്ചു തരാം. ഒരെണ്ണം വാങ്ങിച്ചോണ്ട് വാ. വേണ്ട വേണ്ട, എനിക്ക് ചേരില്ലെന്ന് പറഞ്ഞിട്ട് അവർക്ക് എടുക്കാനുള്ള വിദ്യ അത്. അങ്ങനെ അമ്മ കൊച്ചാക്കണ്ട. അവക്കൊരു ചുരിദാർ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ടെക്സ്റ്റൈൽ തന്നെ കൊണ്ടുകൊടുക്കും. അല്ല, അങ്ങനെയൊന്നും പറയണ്ട, എന്റെ ക്ലിറ്റോ ചേട്ടൻ എനിക്ക് വാങ്ങിച്ചു തരും. ഇപ്പൊ ഞാനിപ്പോ അമ്മയുടെ അടുത്ത് ചോദിച്ച കാര്യമായിട്ടാണ്. ഒരു ചുരിദാർ വാങ്ങിച്ചാൽ അമ്മ ഒന്ന് ഇട്ട് നോക്കിയാലോ. അതിന്റെ കുറവും കൂടെ ഉള്ളു, ഈ നാട്ടുകാരെ കൊണ്ട് അതും പറയിപ്പിക്കുക. അതാണ് പ്രശ്നം. ആഗ്രഹമുണ്ട്, നാട്ടുകാർ പറയുമെന്നുള്ള പ്രശ്നമാണ്. ഞാൻ വാങ്ങിച്ചു തരണം. വേണ്ട, എനിക്കിനിയിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എൻ്റെ മക്കൾ നല്ല വൃത്തിയായിട്ട് സന്തോഷത്തോടും കൂടി നടക്കുന്നത് കണ്ടാ മതി എനിക്ക്. ചെറിയ ചില ആഗ്രഹങ്ങൾ കാണൂലേ. അല്ല മക്കളെ, നീ ഇത് സൂക്ഷിച്ചു വെച്ചോളണേ. അല്ലടാ, നിനക്കെന്തിനീ വീട്ടിന്റെ രേഖ? ഇത് അടയ്ക്കണ്ടേ, നികുതി അടയ്ക്കണ്ടേ അമ്മ? അത് ശരി, അപ്പൊ അവളെ കൊണ്ട് നീ പോകുമ്പോ അതെ കൂടെ അടയ്ക്കാം. കാരണം അവളെന്തായാലും കൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. അല്ലടാ, അതിന് പഴയ രസീത് വല്ലതും പോരെ? ഈ വീട്ടിന്റെ രേഖ തന്നെ വേണോ? അമ്മ, ഞാനല്ലേ കൊണ്ടുപോകുന്നത്. ഇത് ഭദ്രമായി ഇതുപോലെ അമ്മേനെ കൊണ്ട് തിരിച്ചേൽപ്പിക്കും. എനിക്ക് എന്തിനടാ തിരിച്ചു കൊണ്ട് തരുന്നത്? എന്നെ കെട്ടിയെടുത്തോണ്ട് പോകുമ്പോ ഒന്നും കൂടെ കൊണ്ടുപോകാനാ? പോടാ. എന്നായാലും ഇതൊക്കെ എൻ്റെ മക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടിയുള്ളതാണ്. ഞാൻ എന്തിനും കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നത്? കൊണ്ടുപോയി പണയൊന്നും വെച്ചോളല്ലോ കേട്ടോ. സൂക്ഷിച്ചു വെച്ചോളാം. എല്ലാം കുഴപ്പമില്ല. ഞാൻ കുളിച്ചൊന്ന് റെഡിയായിട്ട് വേണം പോകാനായിട്ടുള്ളത്. അവളെ ഇനി ഒരുക്കൊണ്ട് പോകണമെന്ന് ഏറ്റവും വലിയ പാട്. എന്താ പരിപാടി ഇനിയിപ്പോ? വരുന്ന അതിനോട് അങ്ങോട്ട് വരുന്ന? ഇല്ല, എനിക്ക് ഒരാൾ തന്നെ പറ്റിക്കാൻ റെഡിയായി മേളിൽ ഇരിക്കണം. ഞാനിനി പോയി ആളെ കൊണ്ടുപോയി പറ്റിക്കാൻ പോണ്ട് അല്ലേ? മതി നിങ്ങളുടെ കഥ പറഞ്ഞിരുന്നാലേ എന്റെ കാര്യങ്ങൾ നടക്കില്ല. ഞാൻ ഇറങ്ങണം. ഓ, ഉച്ചക്ക് വരുമോ ഊണ് കഴിക്കാനായിട്ട്? വരും. അല്ല, ചേച്ചി അവിടെ ഒന്നും ഉണ്ടാക്കത്തില്ലെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ വരുവടി. അല്ല, ഞാനും കൂടെ സഹായിക്കാം. അയ്യോ വേണ്ടേ, ഞാൻ പുട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതൊന്ന് തിന്ന് സഹായിച്ചാ മതി. അയ്യോ, അത് ഞങ്ങൾ സഹായിച്ചോളാം. അല്ലേടെ മോനെ, ഞാനേ ആ പറമ്പിലോട്ടൊന്ന് പോയിട്ട് വരാം. തേങ്ങ മൊത്തം തെങ്ങിന്റെ ചോട്ടി കിടക്കുന്നു, വാഴക്കൊല മൊത്തം ഒടിഞ്ഞ് കിടക്കുന്നു. ആ പറമ്പിലോട്ട് പോയി നോക്കാൻ ഇവിടെ ആരുമില്ല. ഞാനിപ്പോ അവളെ കൊണ്ട് പോണോണ്ടാണ്, അല്ലെ ഞാൻ പോരായിരുന്നു. അല്ല, ഞാൻ അമ്മ ഒറ്റയ്ക്ക് പോണായിരുന്നു. സാരമില്ല, ഞാൻ പോയിട്ട് വരാം. അത് അവള് വച്ചിട്ടേക്കല്ലേ കാര്യം. അടുക്കള വെച്ചിട്ട് അങ്ങോട്ട് വരും കേട്ടാ. എനിക്ക് അതുകൊണ്ട് അവിടെ കൊണ്ട് വെച്ചിട്ട് എന്റെ പൈസ അയ്യോ ഇരുന്നിരുന്ന് കിട്ടിയാണ്. ഇനി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാൻ വേണ്ട. പിന്നെ എന്റെ വാങ്ങിക്കുന്ന കൃത്യമായിട്ട് തരും. ഉണ്ടാ ദൈവമേ, തേങ്ങ അത്രയും തെങ്ങിന്റെ ചോട്ടിൽ അടന്ന് വീണ് വീടല്ലേ മതി. നോക്കി അത് കേറാൻ ആരെയും കിട്ടുന്നില്ല എന്ന് ഏട്ടൻ പറയുന്നുണ്ടായിരുന്നു. തെങ്ങ് കേറാനേ ഒരു മനുഷ്യരെ കിട്ടത്തില്ല ഇപ്പൊ. കൂലിയാ. നല്ല തെങ്ങയാണല്ലേ?
നല്ല തേങ്ങയാണല്ലോ, ഇനിയും ഉണ്ടാവും. അതല്ലേ പറഞ്ഞ അവിടെ അത്രയും ചൊരിഞ്ഞാരി കിടക്കുമല്ലേ, അവിടെ ഉണങ്ങി നിൽക്കുക. ഓ അതങ്ങോട്ട് ഇട്ടോ അമ്മേ. ഓ അവിടെ അല്ലടി ആ പോണ പിള്ളേരാര് പറമ്പിൽ കൂടെ തേങ്ങ പറക്കാൻ പോണതാണോ എന്തോ? അതൊന്നുമല്ല അമ്മ. ഇത് രാമനാട്ടെ സുഗുണൻ ചേട്ടനില്ലേ, സുഗുണൻ ചേട്ടന്റെ 2 മക്കളാ. സുഗുണൻ ഒരാണും ഒരു പെണ്ണും ഇല്ലേ ഉള്ളത്? സുഗുണൻ ചേട്ടന്റെ 2 ആൺമക്കള്. സുഗുണൻ ചേട്ടന്റെ ചേട്ടനില്ലേ മാധവ മാഷ്, മാധവ മാഷിനാണ് ഒരാണും ഒരു പെണ്ണും. പിന്നെ അവളെന്നെ പഠിപ്പിക്കാൻ വരികയല്ലേ? എടി ഞങ്ങൾ തമ്മിലുള്ള ബന്ധം നിനക്കറിയാമോ? എൻ്റെ സാവിത്രിയുടെ മക്കളാണ് സുഗുണനും മാധവനും. ഞങ്ങൾ തമ്മിൽ ഒരു വീട് പോലെ കഴിഞ്ഞവരാണ്. എനിക്ക് നിങ്ങൾ തമ്മിലുള്ള ബന്ധവും സ്വന്തവും ഒന്നും അറിയാൻ പാടില്ല. മിണ്ടരുത്. ആ പക്ഷെ ഇത് ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണ്. എന്തെന്ന്? ഈ മക്കളുടെ കാര്യം ഞാൻ പറഞ്ഞ കറക്റ്റ് ആണ്. എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഒന്നേ എന്തോ ഒരു അറിവുള്ളവളാണ്. ഓ എടി നിന്റെ മടിയിരുത്തിയാണ് അവർക്ക് പേരിട്ടത്. എന്റെ മടിയിലിരുത്തി എന്തിനാ അവർക്ക് പേരിടുന്നത്? അമ്മ എന്തൊക്കെയാ പറയണത്? എനിക്ക് അറിയാവുന്ന കാര്യമല്ലേ പറഞ്ഞത്. അവൾ വലിയ അറിവുള്ളവളു. ആ അറിവ് വെച്ചോണ്ട് വലിയ ഉദ്യോഗസ്ഥയായില്ലേ ഇപ്പം? അമ്മയ്ക്ക് എന്താണമ്മേ? നീ അങ്ങനെയാണെങ്കിൽ പോയി എഴുതി പഠിച്ച് പാസ്സായിട്ട് ഗവൺമെന്റ് ഉദ്യോഗസ്ഥയായിട്ട് വരും. അപ്പം ഞാൻ സമ്മതിക്കാം. ഇച്ചിരി പോലുള്ള 2 കൊച്ചുങ്ങളിട്ട് തിത്തത്തൈ പഠിപ്പിക്കുന്നതാണ് അറിവുള്ളത്. അത് ഇത്തിരി പോകുന്ന പിള്ളേർക്ക് തിത്തത്തെ പഠിപ്പിക്കുന്ന അത്ര വലിയ മോശമുള്ള കാര്യമാണ്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ അമ്മ മകന്റെ കാര്യം അത്ര ഇതായിട്ട് പറയാൻ വേണ്ട. ഏട്ടൻ ടെസ്റ്റ് എഴുതി പാസ്സായിട്ട് കിട്ടിയൊന്നുമില്ലല്ലോ. ഇവിടുത്തെ അച്ഛന്റെ ജോലി കിട്ടിയതല്ലേ. എന്നാലേ നീ പോയി പിന്നെ പഠിച്ച് പാസ്സായി ഗവൺമെന്റ് ഉദ്യോഗസ്ഥയായിട്ട് വാ. അപ്പം ഞാൻ സമ്മതിക്കാം. എനിക്ക് അമ്മയുടെ സമ്മതം വേണ്ട. എനിക്ക് നിങ്ങളുടെ ആരുടെ സർട്ടിഫിക്കറ്റ് വേണ്ട കേട്ടല്ലോ. നിങ്ങളുടെ കുടുംബക്കാർ അങ്ങോട്ട് ഉയർന്ന തട്ടിലിരിക്കുവാണല്ലോ. തന്നെടി ഞങ്ങളുടെ കുടുംബം അങ്ങ് ഉയർന്ന തട്ടിൽ തന്നെയാണ്. നിന്റെ കുടുംബത്തിനേക്കാളും നല്ലത് തന്നെയാണ് എന്റെ കുടുംബം. അല്ലടി നിന്റെ ക്ലീറ്റോ ചാട്ടെ വെള്ളയും വെള്ളത്തോട് തുള്ളില്ല വല അങ്ങോട്ട് നടക്കും. എവിടെയെങ്കിലും ഒന്ന് എത്തിപ്പിടിക്കാൻ കഴിഞ്ഞാൽ നിമിഷം നേരം കൊണ്ട് എന്റെ മോള് പഞ്ചായത്ത് മെമ്പർ ആയില്ലേടി. ഇനി അവള് വളർന്ന് മൂത്ത് അങ്ങ് മന്ത്രി വരെ നോക്കി. അയ്യോ എന്റെ ക്ലീറ്റോ ചേട്ടൻ ആരുടെയും കാല് കടമേടിച്ചല്ല കേട്ടോ നടക്കുന്നത്. അതുപോലെ തന്നെ അമ്മക്ക് അയ്യോ എന്റെ പൊന്നോ അമ്മക്ക് ധാരണ കൊള്ളാം. ചെറിയൊരു മെമ്പർ അല്ല ഇനി വളർന്ന് അങ്ങോട്ട് മന്ത്രിയാവാൻ പോണത്. നല്ല ധാരണ. നല്ല ധാരണ തന്നെയാണ്. ഇതുവരെ എന്റെ ധാരണയൊന്നും തെറ്റിയിട്ടില്ല. നീ ആദ്യം നല്ല രീതിയിൽ ജീവിക്കാൻ നോക്കടി. അതെന്താ ഞാൻ നല്ല രീതിക്കല്ലേ ജീവിക്കുന്നത്? ഞാൻ നല്ല രീതിക്ക് തന്നെയാ ജീവിക്കണത്. അമ്മ നേരത്തെ പറഞ്ഞല്ലേ ഞാൻ 2-3 പിള്ളേരെ പോയി തിത്ത പഠിപ്പിക്കണമെന്ന്. എന്താ സംശയം? എന്നിട്ട് എന്താ ഞാൻ കയ്യും വീശിയാണ് തിത്തത്തെ പഠിപ്പിച്ചിട്ട് വരുന്നത്? അമ്മ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ കയ്യും വീശി വരുന്നത്? ഞാൻ ആ വരുന്ന വഴിക്ക് പച്ചക്കറിയും മീനും അതും ഇതും എല്ലാം വാങ്ങിച്ചുകൊണ്ടാണ് ഞാൻ കുടുംബത്തിലോട്ട് കയറുന്നത്. ആ കുടുംബത്തിൽ വരുമ്പോ അങ്ങനെയൊക്കെ വരും. അപ്പൊ എന്റെ ഒരു ചെറിയൊരു വിഹിതവും അധ്വാനവും ഒക്കെ ആ കുടുംബത്തിനുണ്ട്. അപ്പൊ നീ പറഞ്ഞതിന്റെ അർത്ഥം നിന്റെ ചെലവിലാണ് ഞാൻ ജീവിക്കുന്നത്? അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ അധ്വാനം കൂടെ അവിടെ ഉണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞോളൂ. അല്ലാതെ ഞാൻ ആരുടെ ഔദാര്യത്തിലൊന്നും അല്ല അവിടെ കിടക്കുന്നത്. നിർത്തി, ഇന്നത്തോടെ നിർത്തി. നിന്റെ അധ്വാനത്തിന്റെ വിഹിതം എനിക്ക് വേണ്ട. പോരെ എന്റെ ദൈവമേ കഷ്ടം. എനിക്ക് വയസ്സുകാലത്ത് തിന്നാൻ തരുന്നതിന്റെ കണക്കും പറഞ്ഞു തുടങ്ങിയല്ലോ. എന്റെ പൊന്ന് തമ്പുരാനെ എന്നെ അങ്ങ് എടുത്താ മതിയേ. എന്തൊരു കഷ്ടമാന്ന് നോക്കണേ. ഏതോ ചെറുക്കന്മാര് പോയി എന്റെ നെഞ്ചത്തോട്ടായി. എടീ എന്നേ എത്ര നേരം കൊണ്ട് കാത്തിരിക്കണം എന്നറിയാം. എത്ര നേരം കൊണ്ട് കാത്തിരിക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടല്ലേ കനക വരാൻ പറ്റുള്ളൂ. ഇത് നല്ല പാട് ഒരുങ്ങണ്ടേ? ഒരുക്കം കൂടുതൽ തന്നെ. മെമ്പർ ആയതിനു വേണ്ടി നീ ബ്യൂട്ടി പാർലറാണ് പോണത്? അതോ ഇത് പിന്നെ പണ്ട് ഞാൻ ഒരു തുക്കട പോലീസുകാരന്റെ പെങ്ങള് മാത്രമായിരുന്നു. ഇപ്പോഴാ ഇപ്പൊ ഞാൻ അറിയപ്പെടുന്ന നേതാവാ. നോക്കി പൊട്ട് നേരം കാണാൻ നോക്കി കണക്കാണ്. അതുകൊണ്ട് അങ്ങനെ നിസ്സാരമായിട്ട് പോകാൻ പാടില്ല. നമ്മള് എവിടെ പോകുമ്പോഴും നമ്മൾ ഇച്ചിരി ഒരുങ്ങി വൃത്തിക്ക് പോകണം. കൊള്ളാവോ? ശരിയായോ? പൗഡറും കൂടി ഇരുന്നോടാ. തലയിലിരുന്നൊരു സാധനം ഉണ്ട്, അതും എടുത്തേ. തലയിലിരുന്നൊരു സാധനം ഉണ്ടെന്ന് അതും എടുക്കാൻ. ഇതെന്തോ പൊടിക്കാത്ത വെച്ചു. എന്തോ ഇത് പൊടി പൊടിയാണത്. ഒന്ന് ശരിയാക്കണം. ഓ ഇതൊക്കെ ക്ലീറ്റോനോട് പൗഡർ മേടിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് എനിക്കറിയില്ല. വീട്ടിലിരിക്കുന്ന പൗഡറാണത്. നിനക്ക് വേണോ? ഇത് പണ്ട് നമ്മൾ നാടകം കളിക്കാൻ പോണ സമയത്തൊക്കെ, പോലീസ് നാടകം കളിക്കാൻ പോണ സമയത്ത് അടിച്ചിരുന്ന പൗഡർ. ഓക്കെ കൊള്ളാവോ? മതിയടി. ഓ നമ്മളിപ്പോ ശരിക്കും കൂടെ പോണേ, അതൊന്ന് പറഞ്ഞേ. അത് പറഞ്ഞാൽ നീ അമ്മയടുത്ത് പറയോ? പിന്നെ അമ്മയടുത്ത് പറയണ്ടാണെങ്കിൽ പറയാം. അമ്മയടുത്ത് പറഞ്ഞാൽ അമ്മ ഇവിടെ നിലവിളിച്ചോണ്ട് ഓടും. ടെൻഷൻ അടിക്കൊന്നും വേണ്ട. അമ്മ
നമ്മുടെ റീസർവ് നടന്നില്ലേ, വസ്തുവിന്റെ റീസർവ് നടത്തിയില്ലേ, അപ്പോഴത്തേക്ക് ഒരു 4 സെന്റ് കുറവ്. എന്ത് 4 സെന്റ് കുറവ് റീസർവ് നടത്തിയപ്പോ. അതെവിടെ പോയി? നമ്മൾ കറക്റ്റ് ആയിട്ട് നികുതിയൊക്കെ അടക്കണല്ലേ? ആ, ഇതേ ചോദ്യം നീ അവിടെ ചെന്ന് ഓഫീസിൽ ചെന്നിട്ട് ചോദിക്കണം. ഒരു ഇങ്ങനെ വെച്ചിട്ട് പോരായിരുന്നു, കുറച്ച് ഗൗരവത്തോടെ ഒരു മെമ്പറിന്റെ അധികാരവും അവകാശവും എടുത്തിട്ട് ചോദിക്കണം. ഞങ്ങൾ കൃത്യമായി നികുതി അടയ്ക്കുന്ന വസ്തുവിൽ നിന്ന് 4 സെന്റ് എങ്ങോട്ട് പോയി? ഏട്ടൻ ഇവിടെ ഇരിക്കുവായിരുന്ന നിങ്ങളുടെ അമ്മേനെ കൊണ്ടേ തോറ്റ്. അല്ലെങ്കിൽ നീ ജയിച്ചിരിക്കുമായിരുന്നോ? അയ്യോ നല്ല കോമഡി. ചിരിക്കട്ടെ ചിരിക്കട്ടെ. പഴയ പോലെ കൊള്ളേതല്ലേ ചിരി. എന്റെ ചിരി കൊള്ളത്തില്ല, എന്നെ കാണാൻ കൊള്ളത്തില്ല, എന്റെ എന്തെങ്കിലും കൊള്ളാവോ? അതെങ്ങനെയാണ്? എനിക്ക് ഉദ്യോഗം ഇല്ലല്ലോ. അതിന് ആർക്കാ ഇവിടെ ഉദ്യോഗം ഉള്ളത്? അയ്യോ ഉണ്ടല്ലോ, ഉദ്യോഗക്കാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. നിന്റെ പ്രശ്നം എന്താണ്? എനിക്കല്ല പ്രശ്നം, ഏട്ടന്റെ അമ്മയ്ക്കാണ് പ്രശ്നം. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇതിപ്പം ഞാൻ അങ്ങനെ ചോദിച്ചാൽ മതിയോ? 4 സെന്റ് പോയില്ലേ, അത് ചോദിക്കണം. ചോദിച്ചില്ലേ പിന്നെ പ്രശ്നമായി പോലെ. പണ്ടത്തെ കണക്കല്ല, പണ്ടാണ് ഞാൻ എന്റെ സോഴ്സ് എടുക്കാറുണ്ട്. ഇപ്പൊ നീ സംസാരിച്ചാൽ മതി, ഞാനും ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ സീരിയസ് ആയിട്ട് പറയണത്. ഞാൻ സീരിയസ് ആയിട്ട് മിണ്ടായിരുന്നു ചേച്ചി, ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നത്. ഇവിടെ ആംബുലൻസ് വിളിക്കട്ടാ? അധികം താമസിയാതെ ഇവിടെ ഒരു ആംബുലൻസ് വരേണ്ടി വരും. മാറന്നിട്ട് പോകും. വേറെ വല്ലതും എടുക്കണോ അപ്പൊ പേപ്പർ? ഒന്നും വേണ്ട, നമ്മളിപ്പോ ചെന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ആദ്യം. അവിടെ വേണം എന്തെങ്കിലും ഫോമിന്റെ ഫില്ല് കൊടുക്കണം. കാരണം 4 സെന്റ് പോകാൻ പറ്റില്ല നമുക്ക്. പിന്നുള്ളത് 4 സെന്റ് എന്ന് പറയുമ്പോൾ എത്ര രൂപയായി? മാത്രമല്ല കുറെ നാൾ കഴിയുമ്പോഴേ നമ്മളൊന്നും ഇല്ലെങ്കിലും നമ്മുടെ 4 മക്കളും ഈ കോമ്പൗണ്ടത്തിന് പിടിച്ച് താമസിക്കും നമ്മളെപ്പോലെ. എന്റെ പൊന്നെ, എത്ര പാത്രം ഉണ്ടായിരുന്ന ഒരു വീടാണ്. തൊണ്ട തുണങ്ങിയ ഒരിത്തിരി വെള്ളം തിളപ്പിക്കാൻ ഒരു പാത്രം നോക്കിയാൽ ഒരൊറ്റ എണ്ണം കാണണമല്ലോ. ഇവിടുത്തെ പാത്രമൊന്നും എടുത്ത് ഞാൻ എങ്ങോട്ടും കൊണ്ടുപോയിട്ടില്ല. അല്ലെ തന്നെ എനിക്ക് കൊണ്ടുപോകാൻ ഒരു ഇടവും ഇല്ല. അല്ലേ, നീ എന്നോട് മത്സരിക്കാൻ ഇറങ്ങിയിരിക്കുകയാണല്ലേ? എനിക്ക് ആരോടും മത്സരമില്ല. എനിക്ക് ആരോടും മത്സരിച്ച് ജയിക്കാൻ വേണ്ട. തൊണ്ട വരണമെന്നുണ്ടെങ്കിൽ ഒരു കാലം വെള്ളം ഞാൻ ഇവിടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. വെള്ളത്തിനാണെങ്കിൽ എടുത്തു കുടിച്ചു. പിന്നെ രത്നവയ്ക്ക് ഒരു വാക്കേ ഉള്ളൂ, നിന്റെ അധ്വാനത്തിന്റെ വിഹിതം തൽക്കാലം എനിക്ക് വേണ്ട. ഇവിടെ ഇതിലെന്താ എന്റെ അധ്വാനം ഉള്ളത്? ഇവിടുത്തെ കിണറ്റിലെ വെള്ളം, ഏട്ടന് എടുത്തു വെച്ചിരിക്കുന്ന ഗ്യാസ് ഞാൻ തിളപ്പിച്ച്, അത്രേ ഉള്ളു. അല്ല, നിന്റെ അധ്വാനത്തിന്റെ കാര്യമല്ലേ കിടന്ന് നേരത്തെ വിസ്തരിച്ചത്. ഞാൻ ചത്താലും എനിക്ക് നിന്റെ വെള്ളം വേണ്ട. വേണ്ടെങ്കിൽ കുടിക്കണ്ട, തീർന്നില്ലേ? അത് കുടിക്കണ്ട, ആരും ആരെയും നിർബന്ധിക്കുന്നില്ല. അമ്മയ്ക്ക് വിശക്കുന്നില്ലെങ്കിൽ എനിക്ക് നല്ലപോലെ വിശക്കുന്നുണ്ട്. വാ കഴിക്കാം. അയ്യോ, നിന്റെ കയ്യിൽ ഞാൻ കയറി പിടിച്ചിട്ടില്ല, നീ കഴിക്കുക. എനിക്ക് വേണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളത്. അമ്മ ആ പുട്ടൊക്കെ എടുത്ത് കളയേണ്ടി വരും. വാ നമുക്ക് കഴിക്കാം. അല്ലേ, നീ തിളപ്പിച്ച വെള്ളം ഞാൻ കുടിക്കത്തില്ല, പിന്നെ അല്ലേ പുട്ട്. ഉറപ്പാണ്? അപ്പൊ കഴിക്കത്തില്ല? നീ എന്തിനാ ഓഫാക്കിയത്? ആരുടെയും കഴിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, അമ്മ മാത്രമായിട്ട് ഇവിടെ പട്ടിണി കിടക്കണ്ട. പട്ടിണി ആണെങ്കിൽ എല്ലാവർക്കും പട്ടിണി കിടക്കാം. ആരും കഴിക്കണ്ട. അത് മാത്രമല്ല, ഞാൻ ഇനി അടുക്കളയിലോട്ട് കയറത്തുമില്ല. അത് എന്റെ ശബ്ദം. ഇനിയിപ്പോ ഒന്നും കളയേണ്ടി വരില്ലല്ലോ കേട്ടോ അവന് കൊടുത്തേര്. ഞാൻ അവന് കൊടുക്കാനല്ലേ പറഞ്ഞത്. ഇപ്പൊ കുളിക്കണ്ട, അത് നടക്കും. കടലക്കറി ദൈവമേ, പൂരി അപ്പോ ദോശ കാണാമായിരിക്കണേ. പുട്ട ആ പുട്ട് വേടാ, ആ കഴിക്കാനുള്ള മൂടൊക്കെ പോയി. ചൂട് പത്തിരിയും ബീഫും കഴിക്കാൻ വേണ്ടിയിട്ട് അലിയാർക്കട കടയിൽ ചെന്നപ്പോൾ അവിടെ തീർന്നു. പിന്നെ ഒരു പഴംപൊരിയും ചായ കുടിച്ചിട്ട് അങ്ങോട്ട് വന്നു. പുട്ടല്ല വേറെ ഒന്നുമില്ലേ? ഇതേ ഉള്ളത്. ആവശ്യം ഉണ്ടെങ്കിൽ കഴിച്ചാൽ മതി. ഇപ്പൊ ഇതെങ്കിലും കിട്ടും, കുറച്ച് കഴിഞ്ഞ് ഇതും കൂടെ കിട്ടത്തില്ല. എനിക്ക് വേണ്ട, ഞാൻ കട്ട ചായ കുടിക്കും. എനിക്ക് വേണ്ട പുട്ട്, നെഞ്ചരിഞ്ഞിരിക്കാൻ. വേണ്ട, കഴിക്കണ്ട. ഇതൊക്കെ വേറെ ഒന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല ഇവിടെ. എന്തോന്നടാ ബഹളം? തള്ളാൻ വയ്യാത്തോണ്ട് വേണ്ട പുട്ട്.
ഇത് വേണമെങ്കിൽ എനിക്ക് കേട്ടോ ഈ കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എടുത്ത് ഇങ്ങനെ വായിലോട്ട് വെച്ചിട്ട് ഇതുകൊണ്ട് ആ സ്പൂണിൻ്റെ മൂട് വെച്ചിട്ട് ഇങ്ങനെ തള്ളി ഇറക്കി കൊടുക്കും. പുട്ട് കഴിക്കുമ്പോഴല്ല നല്ലത്, കഴിച്ച് കഴിഞ്ഞിട്ടാണ് നല്ലത്. ആണാ? ക്ലീറ്റോ ചേട്ടൻ എന്താ പോയിട്ട് പെട്ടെന്ന് വന്നു? ഒന്നും പറയണ്ടടി, പാർട്ടിയിലെ അണികൾക്കൊന്നും ഒന്നിനോട് ഒരു താല്പര്യമില്ല. ഈ ഭരണം കയ്യിലില്ലെങ്കിലേ എല്ലാത്തിനോടും ഒരു വിരക്തിയാണ്, പിന്നെ ഒരു വിലയില്ലല്ലോ, അതല്ലേ. ആ, ഒരു വിലയും ഇല്ല, ആർക്കും ഒരു വിലയില്ല. എന്തെന്ന്? ആർക്കും ഒരു വിലയില്ലെന്ന്, അതൊന്ന് മനസ്സിലാക്കി വെച്ചാ നല്ലത്. അതെന്താ നീ എന്താ അർത്ഥം വെച്ച് പറയണ? എന്താ പ്രശ്നം? അന്ന് കയറി പറയേണ്ട ഒരു കൊട്ട മുഖമുണ്ട്. കടന്നൽ കുത്തിയാലുണ്ടല്ലോ നിന്റെ മുഖത്ത്, നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടാ? എനിക്കൊരു വിഷമവും ഇല്ല എന്റെ പൊന്നെ. അങ്ങനെ അങ്ങോട്ട് പറയല്ലേ, ഇത് നീ പറഞ്ഞാൽ പാടില്ല. ആംഗ്ലമാരാ ഗടാഗടിയന്മാരെ പോലെ ഇരിക്കുന്നത്. എനിക്കൊരു കുഴപ്പമില്ല. ആ, ഇല്ലെന്ന്. ആ, ഒരു കാര്യം ചെയ്യ്. ഉച്ചക്കലത്തേക്ക് ചോറ് റെഡിയായിട്ട് വെച്ച് ചോറും ചമ്മന്തി ഞാൻ അത് കഴിച്ചു. എനിക്ക് മുട്ടാണ്. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഇതിപ്പോ കഴിക്കണേ കഴിച്ചോ, ഇത് കഴിഞ്ഞാൽ ഇതും കൂടെ കിട്ടത്തില്ലെന്ന്. കിട്ടത്തില്ലെന്നോ? ഇല്ല, ഞാൻ ഇനി ഇവിടെ ഒന്നും വെക്കുന്നില്ല, അത് തന്നെ. എന്ന് പറഞ്ഞാൽ അങ്ങനെ അവർ ഉച്ചയ്ക്ക് വരുമ്പോൾ ഉച്ചയ്ക്ക് വിശന്നായിരിക്കും വരണത്. അവർ ഓഫീസിലേക്ക് കയറി ഇറങ്ങിയിട്ട് കഴിക്കാൻ പാകത്തിന് വരില്ല. അപ്പോൾ എന്തെങ്കിലും വേണ്ടേ? അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർ വല്ല പാഴ്സലും വാങ്ങിച്ചോണ്ട് വരട്ടെ. നിങ്ങൾക്ക് അത്ര വലിയ വിഷമമുണ്ടെങ്കിൽ 2 പാഴ്സൽ വാങ്ങിച്ച് വെക്കി, ഒരു രൂപ കൊടുക്കും. അല്ലാതെ ഞാൻ വെച്ചുണ്ടാക്കിയിട്ട് കഴിക്കും. ഇങ്ങോട്ട് നോക്കി. ഇവിടെ എല്ലാം ഞാൻ ചെയ്യാൻ വേണം, ഇവിടെ ഇരിക്കുന്നവരുടെ വായിരിക്കുന്ന കേൾക്കുകയും വേണം. അത് ഞാൻ നിർത്തിയ പരിപാടി. ഇപ്പൊ എനിക്ക് സംഗതി മനസ്സിലായി. അമ്മേ, എന്ത് എന്ത്? അല്ല, നേരത്തെ ചുരിദാർ എന്നൊക്കെ പറഞ്ഞു നല്ല സന്തോഷമായിട്ടിരുന്ന മുഖം ഇപ്പൊ എന്തിനാ പോലെ ഇരിക്കണ്? എന്ത് എന്തോന്ന്? ഈ മഴയ്ക്ക് മുമ്പ് കാർമേഘം വന്ന് ഇരുണ്ട് കൂടൂലേ, അതുപോലെ ഇരിക്കുന്ന മുഖം. ലില്ലിയായിട്ട് വല്ല പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ട്. അവളായിരിക്കും നിന്നെ പറഞ്ഞു വിട്ടത് അല്ലേ? എന്തിന് എനിക്ക് ഇങ്ങോട്ട് വന്നൂടെ? അല്ല, ഈ പ്രശ്നം ഉണ്ടാക്കുന്നതാണല്ലോ എന്റെ സ്വഭാവം. ക്ലീറ്റസേ, അവളെ ഞാൻ എന്റെ മരുമോളായിട്ടല്ല കണ്ടത്, എന്റെ സ്വന്തം മോളെ പോലെയാണ് ഞാൻ അവളെ കണ്ടിരിക്കുന്നത്. അല്ല, അതിന് ഞാൻ അനുഭവിക്കുന്നുണ്ട്. അയ്യമ്മേ, ചുമ്മാ ടെൻഷൻ പിടിക്കല്ലേ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് പറ, ഞാൻ ഇല്ലേ അമ്മയ്ക്ക്? എന്തിന്? എനിക്ക് എന്റെ മോനും മോളും ഉണ്ട്. ഓഹോ, അപ്പൊ ഞാൻ ആരും അല്ലേ? ഞാൻ വരുമല്ലേ അമ്മേ? നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് പറ, ഞാൻ പരിഹരിച്ചു തരും. അത് എനിക്കൊരു പ്രശ്നവും ഇല്ല. ആ, പിന്നെ ഇങ്ങനെ സൽസ്വഭാവിയായ സുന്ദരിയായ ഒരു അമ്മ ഇങ്ങനെയൊക്കെ മുഖം വലിച്ചു കെട്ടി ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കണത് അത്ര ശരിയുള്ള കാര്യമല്ല. ഈ മുഖം അമ്മയ്ക്ക് ചേർന്നതല്ല. വിഷമമൊന്നുമില്ലല്ലോ. പിന്നെ അങ്ങോട്ട് ചിരിക്ക്, ചിരിച്ചേ. അങ്ങനെ ചിരിക്കുക. അല്ല പിന്നെ നീ ചിരിക്ക. നമുക്കേ പുറത്തോട്ട് പോയിരിക്കാം, അതാണ് നല്ലത്. മമ്മൂട്ടിക്ക് എല്ലാ ദിവസവും സൂഫിക്ക് അവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയില്ലേ രാത്രിയിലൊക്കെ? എന്തിന്? സുരിച്ചേച്ചി തമ്മിയൊക്കെ ഉണ്ടല്ലോ താഴെ. പിന്നെ ഈ രാത്രിയിലൊക്കെ പകല് പോവാനായി പാട്. രാത്രി ഇങ്ങനെ ഉറങ്ങി തീർക്കുമല്ലോ. പകല് സമയം പോകുന്നില്ല ചേച്ചി, അതുകൊണ്ടല്ലേ ഇങ്ങോട്ട് ഓടി വന്നേ. അത് നന്നായി, വരാൻ പറ്റിയ സമയമാ. അതെന്ത് പറ്റി? അല്ല, ഞങ്ങളിവിടെ വെറുതെ ഇരിക്കുവായിരുന്നു, അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ വെറുതെ ഇരിക്കാമല്ലോ, വർത്താനൊക്കെ പറഞ്ഞു. മാമി, മാമനും അമ്മയും വരുമ്പോഴേ ബിരിയാണി വാങ്ങിച്ചോണ്ട് വരുമോ? അല്ല, അപ്പൊ നമ്മളെ ഉച്ചക്ക് എന്ത് തിന്നും? ഉച്ചക്ക് എന്ത് കഴിക്കുമെന്നുള്ളത് എങ്ങോട്ട് ചോദിച്ചാൽ മതി. അമ്മൂമ്മ എന്തോന്ന് പറയാനാ മക്കളെ? കുടുംബത്തിലേക്ക് അധ്വാനിച്ച് കൊണ്ടുവരാനുള്ള കഴിവൊന്നും അമ്മയ്ക്കില്ലല്ലോ. അധ്വാനിച്ചൊന്നും കൊണ്ടുവരണ്ടേ, കുടുംബത്തിലുള്ളവർക്ക് ഇത്തിരി സമാധാനം തന്നാ മതി. എന്തോന്ന്? ഞാൻ സൂഫിയോട് ഒരു കാര്യം പറഞ്ഞതാ. നേരത്തെ വന്നോ? ഉച്ച കഴിയെന്ന് പറഞ്ഞ പരിപാടി കഴിയാൻ ഉദ്യോഗസ്ഥന്മാരൊന്നും സ്ഥാപനത്തില്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ? എന്താ സമരമല്ല ഉണ്ടോ? മറ്റേ മാധവ മാഷിന്റെ മോളെ കല്യാണമായിരുന്നു. മാധവ മാഷില്ലേടി? രാമനാട്ടയാ? ആ, സാവിത്രി അമ്മയുടെ. ഓ, അവരുടെ മോളെ കല്യാണമായിരുന്നു. ലോകം ഒട്ടുക്ക് വിളിച്ചിട്ടുണ്ട്, സകലരെയും വിളിച്ചിട്ടുണ്ട്. അവര് നമ്മളെ മാത്രം വിളിച്ചില്ല.
എന്ത് പറ്റി? എന്റെ കല്യാണത്തിൽ വിളിച്ചിട്ട് വന്നില്ലല്ലോ അവര് വലിയ ആളുകളായി പോയില്ലേ ഇപ്പൊ. ആ അയ്യേ അത് ഭയങ്കര മോശമായി പോയല്ല. നിങ്ങളൊക്കെ ഒരു കുടുംബമായിട്ട് ജീവിച്ചവരല്ലേ? കുടുംബം അല്ലേട്ടാ ഈ പിന്നെ മാധവ മാഷിന് ഒരാണും ഒരു പെണ്ണും, പിന്നെ മോളില്ലേ മോളെ കല്യാണമായിരുന്നു. മറ്റേ സുഗുണൻ ചേട്ടന് 2 ആൺമക്കള് അല്ലേ? അതൊന്നറിഞ്ഞാ മതിയായിരുന്നു. ഇപ്പൊ ഒരു വലിയ ടീമാ, നമ്മളൊന്നും കണ്ണി പിടിക്കൂല. പണ്ട് എന്തൊക്കെ ആയിരുന്നു അതെ തന്നെ, ആളുകൾ മാറിപ്പോയി. പിന്നെ അമ്മ വിശന്നിട്ട് പോയി കഴിക്കാൻ എന്തെങ്കിലും. ഡ്രസ് മാറിയിട്ട് വാ. ഞാനൊന്ന് മാറിയിട്ട് വരട്ടെ. നീ കഴിക്കുന്നില്ലേ? ഓ നീ വാ. അല്ലെങ്കിൽ കഴിച്ചാ ഇല്ല ഞാൻ അങ്ങോട്ട് പോട്ടെ ചേച്ചി, പോയിട്ട് വൈകിട്ട് വരാം. ഞാനേ മൊബൈൽ കുത്തിയിട്ടേ നിർത്തുന്നോട്ടെ. പറ അല്ല വല്ലവരും വല്ലയിടത്തൂടെയും പോയെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ തമ്മിലടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ പട്ടിണി കിടക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്ന? ഒരു കാര്യമില്ലായിരുന്നു. അമ്മയല്ലേ ഓരോന്നൊക്കെ വിളിച്ചു കൂവിയത്? പറ, അതിലെ കൂടെ പോയത് ആരാ? അല്ല നീ പറഞ്ഞത് തന്നെ എല്ലാം ശരി. സുഗുണൻ ചേട്ടന്റെ 2 ആൺമക്കള്. മാധവ മാഷിന് ആരാ ഉള്ളത്? ഒരാണും ഒരു പെണ്ണും. കോട്ടെ സാരടി. എന്നാലും അമ്മ എന്നെ എന്തൊക്കെ പറഞ്ഞു, ഞാൻ തിത്തിത്തേന്ന് പറഞ്ഞ് കളിക്കാൻ പോവാണെന്നൊക്കെ. എനിക്ക് ശരിക്കും സങ്കടം വന്നു. കോട്ടെ സാരമില്ല മക്കളെ, അമ്മയല്ലേ പറഞ്ഞത്. ദാണ്ട ഇണക്കമുള്ളിടത്തെ പിണക്കം കാണും, അറിയാമോ? നേരം വെളുത്തിട്ടൊന്നും കഴിച്ചിട്ടില്ലല്ലേ? വിശക്കുന്നില്ലേ? പിന്നെ സ്ട്രോങ് ആയതുകൊണ്ട് കുഴപ്പമില്ല. വാ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം. അയ്യോ, അപ്പൊ നീ അടുക്കളയിൽ കയറിയില്ലെന്ന് ശപഥം ചെയ്തതോ? അമ്മയ്ക്ക് വേണ്ടി ഞാൻ ആ ശബ്ദം അങ്ങ് മാറ്റി. തന്നെ? Audience